വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ഒരു അമ്മയാണ്. ഇതിനിടയിൽ മത്സരിക്കാൻ സമയം കണ്ടെത്തിയതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പാട്ട് പാടിയിട്ടുണ്ട്, വലിയ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല, പേടിക്കണ്ട, ഞങ്ങൾ ഇന്നൊരു സമ്മാനം തന്നേ വിടൂ. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Life. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം മിറിയാം. ആദ്യം ഉത്തരമഴിച്ചത് അജിത ബിനോയ്, തിരുവനന്തപുരം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Life. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വിവിധ ഇടങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധ ഇടങ്ങളിൽ നിന്ന് നല്ല റിപ്പോർട്ടുകൾ, പ്രോത്സാഹനങ്ങൾ ഞങ്ങളെ തേടി എത്തുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് തട്ടാരമ്പലത്തു നിന്നും ഉരുപ്പന്നമാമയും അപ്പച്ചനും കുടുംബം ഈ പ്രോഗ്രാം നിരന്തരമായി ശ്രദ്ധിക്കുകയും പ്രോഗ്രാമിനെ കുറിച്ചുള്ള റിവ്യൂ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകളോട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യുകയും റിവ്യൂ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിരവധി ആളുകളിൽ ഞങ്ങളുടെ പ്രോഗ്രാം എത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം ഞങ്ങളുടെ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഇനിയും നിരവധി ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. വരാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ, മത്സരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ, ബൈബിൾ വായിക്കാൻ, പഠിക്കാൻ ഈ പ്രോഗ്രാം വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിലെ നമ്മുടെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? സാലി ജോസഫ്, കട്ടപ്പനയിൽ നിന്ന്. സാലി ജോസഫ്, കട്ടപ്പനയിൽ നിന്ന്. കട്ടപ്പന ഏത് സഭാ വിഭാഗത്തിൽ നിന്നാണ്? AG ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഇതിനു മുൻപ് ബൈബിൾ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചർച്ചുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ മേഖലാതലത്തിലൊന്നും കടന്നു പോയിട്ടില്ല. മേഖലയിലും പങ്കെടുത്തിട്ടുണ്ട്. സെക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ മികച്ചൊരു മത്സരാർത്ഥിയാണ്. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സ്വയം എന്നെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ നമുക്ക് മുമ്പിലേക്ക് പോകുമ്പോ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
ഒന്നോ രണ്ടോ ചോദ്യത്തിൽ തെറ്റിപ്പോയാലുള്ളൊരു അങ്ങനെ ഒരു അപകർഷതാബോധം കൂടെ ഉണ്ട്. ഉണ്ട്. ഏതായാലും നമുക്ക് മുമ്പിലേക്ക് പോകാം. ഈ മത്സരത്തെക്കുറിച്ച് ഞാനൊന്ന് ചെറിയ വാക്കിൽ പരിചയപ്പെടുത്തുകയാണ്. മുഴുവൻ 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയിച്ചാൽ 1000 രൂപയുടെ സമ്മാന തുകയിലെത്തും. അടുത്ത 4 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയിച്ചാൽ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിലെത്തും. ഒടുവിൽ 4 ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം അറിയിച്ചാൽ 10,000 രൂപ. 12 ചോദ്യങ്ങൾ 10,000 രൂപയുടെ ബമ്പർ പ്രൈസുമായിട്ട് തിരിച്ചു പോകാം. ഈ ടൈം ലൈൻ കണ്ടിട്ട് ഈ പ്രൈസ് ലൈൻ കണ്ടിട്ട് എത്രത്തോളം എത്താൻ കരുതും എന്ന് കരുതുന്നുണ്ട്? എത്തുന്നിടത്തോളം എത്തട്ടെ എന്നൊരു ചിന്താഗതി. ഏതായാലും അങ്ങേ അറ്റം വരെ എത്തട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അപ്പൊ നമുക്ക് മത്സരത്തിലോട്ട് പോകാം, സംശയമൊന്നുമില്ല. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ഷിലോഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ കൽത്തളം, ഓപ്ഷൻ ബി തലയോടിടം, ഓപ്ഷൻ സി തുറന്നു വരിക, ഓപ്ഷൻ ഡി അയക്കപ്പെട്ടവൻ. ഷിലോഹാം എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ്? ആലോചിക്കാം. തലയോടിടം പരിചിതമായ പദമാണ്. തുറന്നു വരികയും പരിചിതമായൊരു പദമാണ്. ഒരു ബധിരന്റെ അടുക്കൽ പോയി യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് തുറന്നു വരിക. മറ്റൊരു പദമാണ് പറഞ്ഞത്. കൽത്തളവും നമുക്ക് പരിചയമുണ്ട്. തലയോടിടവും കൽത്തളവും ഗായിൽ ആരംഭിക്കുന്ന വാക്കുകളാണ്. അയക്കപ്പെട്ടവൻ. ഓപ്ഷൻ ഡി അയക്കപ്പെട്ടവൻ എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. ഷിലോഹാം അയക്കപ്പെട്ടവൻ ആണെന്ന് ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല. സംശയമില്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു പോയി. ഇനിയൊരു മാറ്റത്തിന് സാധ്യതയില്ല, ഇനിയൊരു ട്രാൻസ്ഫർ ഇല്ല. ഇവിടെ ഉറപ്പിക്കുക നമ്മൾ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി അയക്കപ്പെട്ടവൻ എന്ന ഉത്തരം ശരിയാണോ? അയക്കപ്പെട്ടവൻ എന്ന ഉത്തരം ശരിയാണ്. ഇപ്പൊ ഒരു സമാധാനം വരാം. കാരണം ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടില്ല. മുമ്പിലേക്ക് പോവാം നമുക്ക്. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത പുസ്തകം ഏതാണ്? ഓപ്ഷൻ എ റോമർ, ഓപ്ഷൻ ബി ഗലാത്യർ, ഓപ്ഷൻ സി അപ്പോസ്തല പ്രവൃത്തികൾ, ഓപ്ഷൻ ഡി ഫിലിപ്പിയർ. ഓപ്ഷൻ സി അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. പരിശോധിക്കുക. ഓപ്ഷൻ സി അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇച്ചിരി കടുപ്പമായതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഉത്തരം ലളിതമായി. അടുത്ത ചോദ്യം ഇനി അതിലും കടുപ്പമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കയ്പായുള്ളതും ഇടയ്ക്ക് മധുരവും ഉണ്ടാവും. പെട്ടെന്ന് ഇനി അടുത്തതും മധുരമാണെന്ന് ചിന്തിക്കരുത്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഉത്തരം പറയാൻ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം സമർപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങൾക്കായിട്ടുള്ള ഒന്നാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന. എന്റെ തുടക്കം ഒരു അപമാനത്തിലൂടെയായിരുന്നു, അവസാനമോ ഒരു നേതൃസ്ഥാനത്തേക്കും. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചില്ല. വീട്ടിൽ ഹസ്ബൻഡും 2 പിള്ളേരും. ഹസ്ബൻഡും 2 മക്കളും. എന്ത് ചെയ്യുന്നവര്? പിള്ളേര് പഠിക്കുവോ? എത്രയിലൊക്കെ? മോൾ MBBS കഴിഞ്ഞു. MBBS ഫിനിഷ് ചെയ്തു. എവിടെ? അവള് മോൾഡോവ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടുത്തെ ലൈസൻസിന് വേണ്ടി 17-ാം തീയതി പരീക്ഷ എഴുതുകയാണ്. ലൈസൻസിന് വേണ്ടി. മോൻ CA ചെയ്യുന്നു. മോൻ അതിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. CA പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കാം. വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ഒരു അമ്മയാണ്. ഇതിനിടയിൽ മത്സരിക്കാൻ സമയം കണ്ടെത്തിയതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ പേർ പറയപ്പെടാത്ത വ്യക്തി ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ സാറ, ഓപ്ഷൻ ബി റെബേക്ക, ഓപ്ഷൻ സി മിരിയാം, ഓപ്ഷൻ ഡി റാഹേൽ. ഇവരിൽ ആരാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പേര് പറയപ്പെടാത്തത്? ഓപ്ഷൻ സി മിരിയാം. ഉത്തരം ഉറപ്പിക്കുന്നു.
സംശയമൊന്നുമില്ല അല്ലേ? സാറേയും റിബേക്കയും റാഹലിനെയും നമ്മുടെ അയൽക്കൂട്ടത്തിലുള്ള ആളുകളെ പോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളാണ്. അപ്പൊ പിന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, അത്രയ്ക്ക് പരിചയമുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി മിരിയാം എന്ന ഉത്തരം ശരിയാണോ? മിരിയാം, ആ ഉത്തരവും വളരെ ശരിയാണ്. പക്ഷേ ഈ റൗണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. അപ്പോൾ ഒരു സേഫ് സോണിൽ വരും. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമായിരിക്കും അല്ലേ? മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഭവനവും സമ്പത്തും, ഓപ്ഷൻ ബി ധനവും മാനവും, ഓപ്ഷൻ സി ജീവനും മരണവും, ഓപ്ഷൻ ഡി വിവേകവും വകതിരിവും. ഇതിലേതാണ് നാവിന്റെ അധികാരത്തിലിരിക്കുന്നത്? ഓപ്ഷൻ സി ജീവനും മരണവും. ഓക്കെ, ഓപ്ഷൻ സി ജീവനും മരണവും എന്ന ഉത്തരമാണ് മത്സരാർത്ഥി ഉറപ്പിക്കുന്നത്. ഇപ്പം ഭവനവും സമ്പത്തും ഒന്നും നാവിന്റെ അധികാരത്തിലല്ല, അത് അധ്വാനത്തിന്റെ അധികാരത്തിലായിരിക്കും അല്ലെ? അധ്വാനിച്ചാൽ ഭവനവും സമ്പത്തും ഉണ്ടാകും, ധനവും മാനവും അങ്ങനെ തന്നെ ഉണ്ടാകും. വിവേകവും വകതിരിവും നാവിൽ കൂടെ തന്നെ വരുന്നൊരു കാര്യമാണ്. എങ്കിലും ജീവനും മരണവുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മുമ്പോട്ട് ജീവിക്കോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ജീവനും മരണവും. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ച് 1000 രൂപയുടെ ഒരു സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ എവിടെങ്കിലും ഒരു ചോദ്യത്തിൽ ആശയക്കുഴപ്പമാണ്, ഉത്തരം പറയാൻ കഴിയില്ല എന്ന് തോന്നിയാൽ അവിടെ മത്സരം അവസാനിപ്പിക്കാം. നമ്മൾ ഏത് സമ്മാനത്തുകയിലെത്തുന്നോ അവിടെ നമുക്ക് നിൽക്കാം. ടൈമർ 1 മിനിറ്റാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ സമയം അല്പം കൂടെ വേണമെങ്കിൽ സമയം എടുത്ത് ഉത്തരം ആലോചിക്കാവുന്നതാണ്. അപ്പോൾ 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏത് തിരഞ്ഞെടുക്കുന്നു? പഴയ നിയമം. പഴയ നിയമം തിരഞ്ഞെടുക്കുന്ന അല്പം ധൈര്യശാലികളായിട്ടുള്ള ആളുകളാണ്. പഴയ നിയമം ആ കടമ്പ കടക്കുവോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. മുമ്പിലേക്ക് പോകാം. അപ്പോൾ 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, പഴയ നിയമത്തിൽ 1ാമത്തെ ചോദ്യം. 2 കണ്ണും നഷ്ടപ്പെട്ട് കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കേണ്ടി വന്നത് ഇവരിൽ ആർക്കാണ്? ഓപ്ഷൻ എ യോസെഫിന്, ഓപ്ഷൻ ബി ദാനിയേലിന്, ഓപ്ഷൻ സി ഗിദയോന്, ഓപ്ഷൻ ഡി ശിംശോൻ. ആരാണ്? ഓപ്ഷൻ ഡി ശിംശോൻ. ഓപ്ഷൻ ഡി ശിംശോൻ. ഉത്തരം ഉറപ്പിക്കുകയാണ്. പക്ഷെ നമ്മളും ഈ കണ്ണ് പോകുന്നില്ലെന്നേ ഉള്ളൂ, മാവ് പൊടിക്കുന്നുണ്ട്. ശിംശോനെ പോലെ അല്ലേ? കണ്ണടിച്ചു പോയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ മാവ് പൊടിക്കേണ്ടി വരുന്നുണ്ട്. കാരാഗ്രഹത്തിലല്ല, പക്ഷെ കാരാഗ്രഹത്തിലാണെന്ന് പോലൊക്കെ തോന്നാറുണ്ട്. ഇടയ്ക്ക് മാവ് പൊടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ശിംശോൻ. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. 5 ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന 2ാമത്തെ സൂചന ഇതാണ്. വേഗത്തിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രേഖപ്പെടുത്താവുന്നതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന. എന്റെ കഴിവ് യുദ്ധഭൂമിയിൽ തെളിഞ്ഞപ്പോൾ എന്നെ ഒരിക്കൽ തള്ളിക്കളഞ്ഞവർ വീണ്ടും എന്റെ അടുക്കൽ വരുവാനിടയായി. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. 6ാമത്തെ ചോദ്യത്തിലേക്ക്. അപ്പൊ ഇനിയും മുമ്പോട്ട് പോകും. അപ്പം കാര്യങ്ങൾ ലളിതമാണ്. എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഏതായാലും സെക്ഷനിലൊക്കെ പോയി മത്സരിച്ച ആളാവുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മത്സരിക്കണം. ഉറപ്പല്ലേ? പോകാം, മുന്നോട്ട് പോകാം. 3ാമത്തെ ചോദ്യം, 2ാമത്തെ ചോദ്യം. ഇവരിൽ ദാവീദിന്റെ ഭാര്യമാരിൽ ഒരാൾ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ മീഖൾ, ഓപ്ഷൻ ബി താമാർ, ഓപ്ഷൻ സി അബീഗയിൽ, ഓപ്ഷൻ ഡി ബത്ശേബ. ഇതിൽ ദാവീദിന്റെ ഭാര്യ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ ബി താമാർ. ഓപ്ഷൻ ബി താമാർ. ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ലല്ലോ. അതിൽ അബീഗയിലിനെ ഭാര്യയായിട്ട് വീണ്ടും എടുത്തതാണ്. ബത്ശേബ മറ്റൊരാളുടെ ഭാര്യ ആയതാണ് താമാർ. പക്ഷെ ദാവീദിന് അങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നു. താമാർ എന്നൊരു മകൾ ഉണ്ടായിരുന്നു. അബ്ശാലോവും
ദ്രോഹം ചെയ്തത് തമാറിനോടാണ് ദ്രോഹം ചെയ്തത്. അബ്ശാലോം ദാവീദിനോട് മത്സരിച്ചത്. അങ്ങനെ ഒരു ഭാഗം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, താമാർ. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 6 ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത്. മുന്നോട്ട് പോകാം. 7ാമത്തെ ചോദ്യം. മക്പേല ഗുഹയിലെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെടാത്ത ദമ്പതികൾ ആരൊക്കെ? ഓപ്ഷൻ എ, സാറ അബ്രഹാം. ഓപ്ഷൻ ബി, ഇസഹാക്ക് റിബേക്ക. ഓപ്ഷൻ സി, യാക്കോബ് റാഹേൽ. ഓപ്ഷൻ ഡി, ഇവരെല്ലാവരും. മക്പേല ഗുഹയിൽ അടക്കം ചെയ്യപ്പെടാത്ത ദമ്പതികൾ ആരൊക്കെ? ഒരു ഹിത്യനായ മനുഷ്യനോട് അബ്രഹാം വിലക്കി വാങ്ങിയ സ്ഥലമാണ് മക്പേല ഗുഹ. ആ ഗുഹയാണ് അവരുടെ കുടുംബക്കല്ലറ. ആ കുടുംബക്കല്ലറയിലാണ് എല്ലാവരെയും തന്നെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും. ചിന്തിക്കാം. അവരെ ആ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. മക്പേല ഗുഹയിലെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെടാത്ത ദമ്പതികൾ ആരൊക്കെ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഉറപ്പിക്കുവാണ്. ഓപ്ഷൻ സി ഉത്തരം ഉറപ്പിക്കുന്നു. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബക്കല്ലറയിൽ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കിടന്നുറങ്ങണമെന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം കർത്താവ് മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് ആദ്യം തമ്മി കാണുകയും ചെയ്യാം. യാക്കോബിനെ അടക്കിയത് മക്പേല ഗുഹയിലാണല്ലോ. റാഹേലിനെ ഉറപ്പാണ്. അപ്പൊ ആദ്യം ചോദ്യം ശ്രദ്ധിച്ചില്ല, ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി, യാക്കോബ് ആൻഡ് റാഹേൽ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. റാഹേലിനെ അടക്കിയത് എഫ്രാത്തിന് പോകുന്ന വഴിയരികയാണ്. അവിടെയാണ് ബെന്യാമിൻ ജനിച്ചത്. അവിടെയാണ് ശൗലിന് രാജാവാകാൻ അടയാളം കൊടുത്തത്. അവിടെയാണ് യേശുക്രിസ്തു ജനിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. യഹൂദിയിലെ ബെത്ലഹേമയിലെ എഫ്രാത്തിൽ റാഹേൽ മരിച്ച ഇടമാണെന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ആയിരിക്കാം. മുന്നോട്ട് പോകാം. അപ്പൊ ആ ഉത്തരവും വളരെ കൃത്യമായി ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം ശ്രദ്ധിക്കുക, ഉത്തരവും ശ്രദ്ധിക്കുക. ആ സംശയം ഉണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാവുന്നതാണ്. ഒടുവിലത്തെ ചോദ്യം, 2ാമത്തെ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം, 8ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏലിയാവുമായി ബന്ധമില്ലാത്ത സന്ദർഭം ഏതാണ്? ഓപ്ഷൻ എ, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയത്. ഓപ്ഷൻ ബി, കടലിൽ നിന്ന് കൈ പോലൊരു മേഘം പൊങ്ങുന്നതായി കണ്ടത്. ഓപ്ഷൻ സി, ശൂനേംകാരത്തിയുടെ മകന് ജീവൻ നൽകിയത്. ഓപ്ഷൻ ഡി, കീശോൻ തോട്ടിങ്കൽ വെച്ച് ബാലിന്റെ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടത്. ഇവയിൽ ഏലിയാവുമായി ബന്ധമില്ലാത്ത സന്ദർഭം ആലോചിക്കാം. ഓപ്ഷൻ സി, ശൂനേംകാരത്തിയുടെ മകനെ ജീവൻ നൽകിയത്. ഉറപ്പിക്കുകയാണ്. ഏലിയാവ് ജീവൻ നൽകിയിട്ടില്ലെന്നാ പറയുന്നത്. എലീശയാണോ അത്? നോക്കാം. ഓപ്ഷൻ സി, ശൂനേംകാരത്തിയുടെ മകന് ജീവൻ നൽകിയത് എന്ന ഉത്തരവാണ് ഉറപ്പിക്കുന്നത്. അത് എലീശയാണ് അല്ലേ? ശൂനേംകാരത്തിയുടെ മകന് ജീവൻ നൽകി. ഉറപ്പാണ്, സംശയമില്ല. തെറ്റിപ്പോയപ്പോ ഇവിടെ അവസാനിപ്പിക്കാമായിരുന്നു. ഏതായാലും പോട്ടെ, പോയത് പോയി. നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പരിശോധിക്കുക. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി, ശൂനേംകാരത്തിയുടെ മകന് ജീവൻ നൽകിയത് എന്ന ഉത്തരവാണോ? വളരെ ശരിയാണ്. ഏലീശയാണ്. വിധവയുടെ മകനെ, സരഫാത്തിലെ വിധവയുടെ മകനെയാണ് ഏലിയാവ് ജീവിപ്പിച്ചത്. ശൂനേംകാരത്തിയുടെ മകന് ജീവൻ നൽകിയത് ഏലീശയാണ് അത്ഭുതം പ്രവർത്തിച്ചപ്പോ 2 റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. 3000 രൂപയുടെ സേഫ് സോണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇനി 3ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് പോകാം. 3 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. 1 ലോകമതങ്ങൾ, 2 മിഷണറി ചരിത്രം, 3 ക്രൈസ്തവ ഗാനങ്ങൾ. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. മുൻപോട്ട് പോകാം. ക്രൈസ്തവ ഗാനങ്ങൾ. പാട്ടൊക്കെ പാടുന്ന ആളാണോ? ചെറുതായിട്ട് ഒരു പാട്ട് പാടണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. അപ്പൊ പാട്ടിനെ കുറിച്ച് അത്യാവശ്യം അറിയാം. അപ്പൊ തിരഞ്ഞെടുക്കുന്ന ഈ
മൂന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തത് ക്രൈസ്തവ ഗീതങ്ങളാണ് എന്നൊരു ചിന്ത. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. മ്യൂസിക്കിന് പാട്ട് പാടാനൊക്കെ പോയി സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ സെക്ഷനിലൊക്കെ? പാട്ട് പാടിയിട്ടുണ്ടോ? വലിയ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. പേടിക്കണ്ട, ഞങ്ങൾ ഇന്നൊരു സമ്മാനം തന്നേ വിടൂ. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. അപ്പോ ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുമ്പിലേക്ക് പോകാം. ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം. പാട്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഒരു പാട്ട് മനസ്സിലുണ്ട്, അത് ശരിയാണോ? ഒരു പാട്ട് മനസ്സിലുണ്ട്, അത് ശരിയാണോ എന്നറിയത്തില്ല. മനസ്സിലുള്ള പാട്ട് പറയുകയോ പാടുകയോ ചെയ്യാം. പാടിക്കോ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഒരു ഇംഗ്ലീഷ് ഗാനത്തിന്റെ നിയറർ മൈ ഗോഡ് ടു ദീ ഇംഗ്ലീഷ് ഗാനത്തിന്റെ പരിഭാഷയാണ്. നമ്മൾ മരണാനന്തര സമയങ്ങളിലൊക്കെ പാടി ആശ്വസിക്കാറുള്ളൊരു പ്രത്യാശാ ഗാനമാണ്. ആ പാട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് പരിശോധിക്കാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന ഗാനമാണോ ഈ കേൾപ്പിക്കട്ടെ? നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ, എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആ ഉത്തരവും വളരെ ശരിയാണ്. അപ്പൊ തുടർന്ന് നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ റൗണ്ടാണ്. എവിടെങ്കിലും ഉത്തരം പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മത്സരം അവിടെ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. മുമ്പിലേക്ക് പോകുന്നു. മൂന്നാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ഈ ഗാനം ആരംഭിക്കുന്നത് എങ്ങനെ? ഇതൊരു ഓഡിയോ കേൾപ്പിക്കുകയാണ്. ഈ പാട്ടിന്റെ തുടക്കം ഏതാണ് എന്ന് തിരിച്ചറിയണം. ഛേദം വരാതെന്നും താങ്ങി നമ്മെ, ജീവൻ സുഖം ബലം നൽകി നന്നായി, കൺമണി പോൽ കാവൽ ചെയ്താൽ ഹൃദി നന്ദിയോടവനെ സ്തുതിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അറിയത്തില്ല. അപ്പൊ മത്സരം അവസാനിപ്പിക്കുന്നോ അതോ? മത്സരം അവസാനിപ്പിക്കുകയാണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ മത്സരം ഇവിടെ ഇപ്പോ അവസാനിപ്പിക്കുകയാണ്. എങ്കിലും അതൊന്നുകൂടെ പ്ലേ ചെയ്യാണ്. തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. മത്സരം നമ്മൾ അവസാനിപ്പിച്ചു. ഛേദം വരാതെന്നും താങ്ങി നമ്മെ, ജീവൻ സുഖം ബലം നൽകി നന്നായി, കൺമണി പോൽ കാവൽ ചെയ്താൽ ഹൃദി നന്ദിയോടവനെ സ്തുതിക്കാം. കേട്ടിട്ടുള്ളതാ, പക്ഷെ എനിക്ക് അങ്ങനെ മൈൻഡി വരുന്നില്ല. കേട്ടിട്ടുള്ളതാണ്, മനസ്സിൽ വരുന്നത്. നല്ല പരിചയമുള്ളൊരു താളവുമാണ്. പക്ഷെ പെട്ടെന്ന് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ പരിശോധിക്കുകയാണ് ഏതാണ് ആ ഉത്തരം. പുകഴ്ത്തിടാം പുകഴ്ത്തിടാം കരുണേശനാം പൊന്നേശുവിനെ വാഴ്ത്തിടാം സതതം. പുകഴ്ത്തിടാം പുകഴ്ത്തിടാം കരുണേശനാം പൊന്നേശുവിനെ വാഴ്ത്തിടാം സതതം. പുകഴ്ത്തിടാം കരുണേശനാം പൊന്നേശുവിനെ വാഴ്ത്തിടാം എന്നൊരു പഴയകാല ക്രൈസ്തവ ഗീതത്തിന്റെ
ഇടയിലുള്ള വരികളാണ് നമ്മൾ കേട്ടത്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും മത്സരിച്ച് നല്ലൊരു സമ്മാന തുകയിൽ എത്തിയാണ് മത്സരം അവസാനിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിന്റെ ഒടുവിലത്തെ സൂചന കൂടി ഇതാ നൽകുകയാണ്. വേഗത്തിൽ ഉത്തരം അയക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3-ാം സൂചന. പുതിയ നിയമത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പേർ ചേർക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ചെയ്ത ഒരു വാഗ്ദാനത്തിൽ സന്തോഷവും ദുഃഖവും ഒത്തുചേർന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് മത്സരിച്ചിട്ട് ഇവിടെ വരെ വന്നല്ലോ? എനിക്ക് നല്ല അനുഭവമായിട്ട് തോന്നി. മത്സരിക്കാൻ നമുക്ക് കുറച്ചൊക്കെ ബൈബിളിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇടയായാലും, പ്രത്യേകിച്ച് എല്ലാവരും കുടുംബമായി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മത്സരത്തിൽ വന്ന് പങ്കെടുക്കാൻ ഒരു ധൈര്യം കാണിച്ചതിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ ബൈബിൾ ബ്രെയിൻസിന്റെ ടീമിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ബൈ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.